ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ളവർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവരേതെങ്കിലും നല്ല കീ പോസ്റ്റിൽ ഗവൺമെൻറ് പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലീസിൽ പോലും ഈ പറയുന്ന സനാതനികൾ ഇതിനെ ഭയങ്കരമായിട്ട് എതിർക്കുകയാണ്. കാരണം അവർക്ക് സാറെന്നോ മൈ ലോഡെന്നോ കോട്ടി വന്നു ഇതൊന്നും വിളിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം അവൻ ബാക്ക്വേർഡ്, അവനെ മനുഷ്യനായിട്ട് ഇവൻ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതല്ലേ മനുസ്മൃതി പറയുന്നത്, ബ്രാഹ്മൺസ് മാത്രമല്ലേ ഉള്ളൂ മനുഷ്യൻ. ഇതാണ് എൻ്റെ കാര്യം. ഇതാണ് ഞാൻ കേരളത്തിൽ പല ആവർത്തി പറയുന്നത്. ഈ പറയുന്ന ജാതീയതയും RSSന്റെ ഫിലോസഫിയും അതിനെ പിന്താങ്ങുന്ന BJP ഉറപ്പായിട്ടും മോദി അതിൽ നിന്ന് വ്യത്യസ്തനാണ്. കാരണം മോദിക്ക് ഇത് മാറ്റണം തീവ്രമായ ആഗ്രഹം, പക്ഷെ നടക്കത്തില്ല. കാരണം അത് ആ പാർട്ടിയുടെ എല്ലാം എന്ന് പറയുന്ന RSS ഇപ്പോഴും RSS ആയതുകൊണ്ട് RSSന് ഇടയ്ക്കിടയ്ക്ക് പൂഴ്ത്തിക്കോട്ട് സ്വാതന്ത്ര്യം കിട്ടി, അത് കിട്ടി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കണക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ RSSകാർക്ക് തലയെ മുണ്ടിട്ട് നടക്കാനേ പറ്റത്തുള്ളൂ. ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും കോൺഗ്രസ്സുകാരാണ് ഫൈറ്റ് ചെയ്ത് ജയിലിൽ കിടന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഇന്ത്യക്കെതിരെ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് വേൾഡ് വാറിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ച കൂട്ടരാണ് ഹിന്ദു മഹാസഭ. അങ്ങനെയൊക്കെ കോൺക്രീറ്റ് ചരിത്രങ്ങളുണ്ട്. ആരാണ് പോയി ക്ഷമ ചോദിച്ചെന്ന് എല്ലാവർക്കും അറിയാം, എന്താ കാര്യമെന്ന് എല്ലാവർക്കും അറിയാം. അതിലോട്ടല്ല ഞാനീ പോകുന്ന ഒരൊറ്റ കോൺക്രീറ്റ് വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ ജാതി വ്യവസ്ഥ, അതിൻ്റെ സംഭവമാണ് ഇന്ന് സുപ്രീം കോടതി കണ്ടത്. അതായത് ഇന്ത്യ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സനാതനി ഷൂ എടുത്തെറിയുകയാണ്, അതും ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക്. എന്താ കാര്യം? കാരണം ആ മനുഷ്യൻ ദളിതായിപ്പോയി. അദ്ദേഹം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൗറീഷ്യസിൽ വെച്ച് ഒരു സെമിനാറിൽ പങ്കെടുത്ത് പറഞ്ഞു, ഈ ബുൾഡോസർ അല്ല ഇന്ത്യ ഭരിക്കുന്ന ഭരണഘടനയാണ്, ഇവിടെ നിയമങ്ങളുണ്ട്. അതും ഈ സനാതനികൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുൾഡോസർ വെച്ച് ഇടിച്ച സ്ഥലങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അതിൻ്റെ അകത്ത് ഒരു സനാതനി പോലും ഇല്ല. ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയാം. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ അക്സെപ്റ്റ് ചെയ്യുന്നൊരു രീതിയിലോട്ട് ഇത്രയും ഒരു ലോയറാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണക്കാരങ്ങൾ അത് വിട്ടുകളയും. ഈ ലോയർ ഈ ഭരണഘടനയൊക്കെ വെച്ച് സനദും ഇതെല്ലാം കൊടുത്ത ശേഷം അത് സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീനിയർ ലോയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡെസിഗ്നേറ്റഡ് സീനിയർ ആണെന്ന് എനിക്കറിയത്തില്ല, ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം തലയ്ക്കകത്ത് ഈ അപ്പർ കാസ്റ്റിൻ്റെ സനാദിൻ്റെ തലയ്ക്കകത്ത് കയറി കിടക്കുന്നവനാണ്.